ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് പേര് ഡൗട്ട് ആയിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ്. വാട്സാപ്പിലായാലും കഴിഞ്ഞ ദിവസമൊക്കെ കുറെ മെസ്സേജസ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഒരു ബോക്സ് ഫുള്ളായിട്ടൊക്കെ അവർ വാങ്ങിക്കുന്നവരുണ്ട്. പുതിയതായിട്ട് ബിസിനസ് ആരംഭിച്ചേക്കുന്ന വ്യക്തികളാണ്. അവർക്ക് അറിയാത്തൊരു കാര്യം ഞാൻ പക്ഷെ ഇതിന് മുമ്പ് എന്റെ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനിപ്പോൾ അത് കാണിക്കുന്നത് എന്താ വെച്ചാൽ വീണ്ടും ഞാൻ വിശദീകരിച്ച് കാണിക്കുന്നത് അവരുടെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ എന്താണ് ഇതിനുള്ള സത്യാവസ്ഥ എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം വെച്ചാൽ ബോക്സ് ഈ പറഞ്ഞതുപോലെ വാക്യൂം ചെയ്താണ് കമ്പനി പ്രൊഡക്ഷൻ നടത്തി ഈ പറഞ്ഞതുപോലെ വിപണിയിലേക്ക് സപ്ലൈക്ക് ആയിട്ട് ലേലത്തിലേക്ക് ഈ ബോക്സുകൾ വരുന്നത്. അപ്പൊ ഇവര് ഫുള്ള് നമുക്കറിയാം, ഫുള്ള് വാക്യൂം ചെയ്ത് ഒരു ബോക്സ്, കമ്പനിയുടെ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ ബോക്സ് ആണെങ്കിലും ഫുൾ ടൈറ്റ് ആയിട്ട് നല്ല എന്താ പറയുക, കല്ല് പോലത്തെ ഒരു ബോക്സ് ആയിരിക്കും അവർ വിടുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഒരു തുള്ളി എയർ അതിനകത്ത് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും മെഷീനിൽ ഈ എയർ മുഴുവനും അവർ എടുത്തതിന് ശേഷമാണ് ആ ഒരു ഫുൾ ബോക്സ് അവർ നിർമ്മിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ബോക്സ് എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും എയർ കയറി ആ ബോക്സ് ആകെ ഇങ്ങനെ ഒരു കൂഴച്ചക്ക പരുവത്തിലൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളോട് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾ ഇപ്പൊ പുതിയ ആൾക്കാർ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ബോക്സ് ഒക്കെ ആയിട്ട് എടുക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവർ പറയും ബോക്സിനകത്ത് ജസ്റ്റ് ഒന്ന് എയർ കയറിയതാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ, അതിപ്പോ ഒരു സൂചി കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു കല്ല് കൊണ്ടാലൊക്കെ പോകും എന്നുള്ളത്. പക്ഷെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കമ്പനി മാനുഫാക്ചറിങ്, അതായത് കമ്പനി ഇതിന്റെ എക്സ്പയറി കാര്യങ്ങൾ കമ്പനി കൊടുത്തിരിക്കുന്നത് ഓരോ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലേക്കും ഓരോ എക്സ്പയറിയാണ് അവർ കൊടുത്തേക്കുന്നത്. ചിലതിൽ 12 മാസം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ, ചിലതിൽ നമുക്ക് 24 മാസം വരെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കമ്പനി ആ പറഞ്ഞിരിക്കുന്ന ആ ഒരു 24 മന്ത്സ് നമുക്ക് ആ ഒരു ബോക്സിനകത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ബോക്സ് കമ്പനി എങ്ങനെ വാക്യൂം ചെയ്ത് വെച്ചിട്ടുണ്ടോ അതേപോലെ വാക്യൂം ചെയ്ത് വെച്ചതിന് ഇരിക്കുന്ന ആ ഒരു ബോക്സ് ആണെങ്കിൽ നമ്മളൊരു 4, 5, 6 മാസം നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു 10 മാസം നമ്മുടെ കയ്യിൽ ആ ഒരു ബോക്സ് എയർ പോകാതെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ ഒരു തേയിലേക്ക് യാതൊരുവിധ കംപ്ലൈന്റ് കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വാസ്തവം. പക്ഷെ അതിനകത്ത് എയർ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കമ്പനിയുടെ ബോക്സ് നിങ്ങൾ അത് പൊട്ടിച്ച് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് ചിലപ്പോൾ ഇരിക്കണത് ചിലപ്പോൾ ഒരു 3, 4 മാസം അല്ലെങ്കിൽ 5, 6 മാസമായിട്ട് ചിലപ്പോൾ അത് എയർ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഓൾറെഡി പുറത്തുള്ള ഈ വായു അതിനകത്തേക്ക് കടക്കുമ്പോഴത്തേക്കും വെച്ചാൽ ആ തേയിലയുടെ ക്വാളിറ്റി ഡെഫിനറ്റ്ലി അത് മൊത്തത്തിൽ അത് മാറുവാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റി ആ ഒരു ബ്രാൻഡ് തേയിലേക്ക് ചിലപ്പോൾ കിട്ടി എന്ന് വരത്തില്ല. അപ്പൊ ഇത് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ കാർട്ടൺ ബോക്സ് അഴിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ വരുന്ന ഇന്നർ ഈ തേയില എങ്ങനെയാണ് ഇവർ കമ്പനി നിർമ്മിച്ച് വിടുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇപ്പൊ ഇത് കാർട്ടൺ ബോക്സ് അഴിച്ചു മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനി വരുന്ന നല്ല വാക്യൂം ചെയ്തിട്ടുള്ള ഉള്ളിലത്തെ കട്ടിയുള്ള കവറോട് കൂടി തന്നെ വരുന്ന ബോക്സ് ആണിത്. അപ്പോൾ നമ്മൾ ഈ കാർട്ടൺ ബോക്സ് അഴിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും കരിങ്കല്ല് പോലെ കല്ല് കണ്ട, ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ട് വാക്യൂം ചെയ്തിട്ട് കല്ല് പോലെ. അപ്പോൾ ഇതിനകത്ത് ഒരു സാമ്പിള് ഇപ്പോൾ നമ്മൾ ബോക്സ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കിട്ടുന്ന ഒരു സാമ്പിൾ പാക്കറ്റാണിത്. കണ്ടോ, ഈ ഒരു സാമ്പിൾ പാക്കറ്റാണിത്, കമ്പനി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സാമ്പിൾ പാക്കറ്റ്. കുറച്ച് സാമ്പിൾ തേയില ഇതിനകത്ത് ഉണ്ടാവും. കാരണം ഇത് ഈ ഒരു കമ്പനി നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില എടുക്കണ ഏത് ബോക്സ് എടുക്കുമ്പോഴും ആ ബോക്സിൻ്റെ അകത്ത് കാർട്ടൺ ബോക്സ് അഴിച്ച് ചെയ്യുമ്പോഴത്തേക്കും അവർ ഇതുപോലത്തെ ഒരു സാമ്പിൾ പാക്കറ്റ് വെച്ചിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ ഞാനിങ്ങനെ ആ സാമ്പിൾ നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. സാമ്പിൾ പാക്കറ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ കാരണം ഈ തേയില എത്രമാത്രം ക്വാളിറ്റി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു സാമ്പിൾ പാക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു SRD ഗ്രേഡിൽ വരുന്ന 40 കിലോ വരുന്ന ഒരു ബോക്സാണിത്. ഇത് പാക്കറ്റായിട്ട് കൊടുക്കാനായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പാക്കറ്റ് ആക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പലരും ചോദിച്ചേക്കുന്ന ഒരു സംശയമായിരുന്നു, അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഇത് SRD ഗ്രേഡിൽപ്പെട്ട ബ്രാൻഡഡ് തേയിലയുടെ കട്ടിങ്സ് ആണ് ഈ കാണുന്നത്. നല്ല ഡാർക്ക് അതോടൊപ്പം ഒരു റെഡിഷ് കളറും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രേഡ് തേയില, ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില. സാമ്പിൾ പാക്കറ്റാണ്. ഈ ഒരു സാമ്പിൾ പാക്കറ്റ് നമ്മൾ
ചായ ഇട്ട് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ ബോക്സിൽ വന്നിരിക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ഉള്ളതായിരിക്കും ഈ ഒരു ഫുൾ ബോക്സ് 40 കിലോ വരുന്നത് എന്നുള്ളത് ഈ ഒരു സാമ്പിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു തേയില നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു ബോക്സ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ടും ഇതിനകത്തുള്ള ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫുള്ള് പൈസ പേയ്മെന്റ് നടത്തി നമ്മൾ അവരോട് സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് മാറ്റി കിട്ടണമെന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് നമ്മൾ ഫുള്ളായിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും ഹെയർ കടന്ന് അതിന്റെ ആ ഒരു കമ്പനി പറഞ്ഞ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പിന്നീട് കിട്ടത്തില്ല. അപ്പൊ മാക്സിമം നമ്മൾ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് കിട്ടുമ്പോൾ ഫുൾ ഒരു ബോക്സ്, അതായത് എൻ്റെ ഇപ്പൊ ബാക്കിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഫുള്ള് എയർ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഫുള്ള് ബോക്സ് ആയിട്ട് വേണം നമ്മളിത് വാങ്ങിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നേരെ ഹോൾസെയിൽ കടക്കാരോട് വാങ്ങിച്ചാലും നമ്മൾ അങ്ങനെ വാങ്ങിക്കുമ്പോൾ അവരോട് നമ്മളത് ബില്ല് വാങ്ങിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബോക്സിന്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.